+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റ് നിർബന്ധമാണോ, അല്ലെങ്കിൽ കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും, റിട്ടേൺ മാർക്ക് മതിയല്ലോ, എന്തിനാണ് അസൈൻമെന്റ് ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നത് എന്ന് കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിന് എന്തൊക്കെ ജോബ് കിട്ടും എന്ന് അറിയാത്ത സ്റ്റുഡൻസിന് നമ്മുടെ ആദിൽ സാറ് കണ്ടക്ട് ചെയ്യുന്ന ഡിഗ്രിയുടെ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. നമുക്ക് ഫ്രീ ക്ലാസ് ആണ്, എമൗണ്ട് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറേ സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ്, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ റിട്ടേൺ മാർക്കിലൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റുമല്ലോ, എന്തിനാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്? അതൊക്കെ കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അസൈൻമെന്റിന് അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിനെ തന്നെ അത് ബാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സാം നമുക്ക് സെമസ്റ്റർ വൈസ് ആണ് നിങ്ങൾക്ക് വരിക. ഓക്കെ, അതേപോലെ തന്നെയാണ് നമുക്ക് അസൈൻമെന്റും. അപ്പം നിങ്ങൾക്ക് 1 ഇയറിൽ 2 അസൈൻമെന്റ് ഉണ്ടായിരിക്കും, സബ്മിറ്റ് ചെയ്യേണ്ടതായിരിക്കും. ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതുമ്പോൾ കുറേ നോളജ് ഉണ്ടായിരിക്കും, അതായത് നോളജ് കിട്ടും. ഓക്കെ, ഒരു സബ്ജക്ട് വൈസ് ഒക്കെ ആയിരിക്കും നമുക്ക് അസൈൻമെന്റ് വരിക. അപ്പോൾ ഈ നിങ്ങൾ കുറേ റിസർച്ച് ഒക്കെ ചെയ്യും, അപ്പോൾ ആ സബ്ജക്റ്റിനോട് കൂടിയിട്ട് നിങ്ങൾക്ക് കുറേ നോളജ് ഒക്കെ ഉണ്ടായിരിക്കും ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എക്സാമൊക്കെ ഈസി ആക്കാം. പിന്നെ ഉള്ള ഡൗട്ട് എന്ന് പറയുന്നത്, സ്റ്റുഡൻസ് ഉള്ള ഡൗട്ട് എന്ന് പറയുന്നത്, റിട്ടേൺ മാർക്ക് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് റിട്ടേൺ മാർക്കിലൂടെ മാത്രം നിങ്ങൾക്ക് സ്കോർ കിട്ടില്ല. ഓക്കെ, സ്കോർ ചെയ്യാൻ സാധിക്കില്ല. കൂടെ തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് അസൈൻമെന്റ് ഓരോ സബ്ജക്റ്റിന് അസൈൻമെന്റ് 30% ആണ് ലാസ്റ്റ് ഗ്രേഡ് കാർഡിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് വരാം. 30% നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിനകത്ത് അസൈൻമെന്റ് മാർക്ക് വരിക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ എക്സാമിനെ തന്നെ നിങ്ങൾക്ക് ബാധിക്കും നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അസൈൻമെന്റ് ഒക്കെ എഴുതുമ്പോൾ നല്ല നീറ്റായിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിവിടെ സ്റ്റുഡൻസിനൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ അസൈൻമെന്റ് സപ്പോർട്ട്, മെന്റർ സപ്പോർട്ട് എല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട, ഞാൻ പുറത്തുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായി പാസ്സാവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസൈൻമെന്റ് നിർബന്ധമായിട്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, ചെയ്യണം. ഓക്കെ, സബ്മിറ്റ് ചെയ്യണം. കൂടാതെ തന്നെ നമ്മൾ അസൈൻമെന്റിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ അസൈൻമെന്റ് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ, നിങ്ങളുടെ അടുത്തുള്ള സ്റ്റഡി സെൻറ്ററിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രി ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന്, സബ്ജക്റ്റ് ഏതെടുക്കാൻ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സ്റ്റുഡൻസിന് നമ്മുടെ ആദിൽ സാർ കണ്ടക്ട് ചെയ്യുന്ന ഡിഗ്രിയുടെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. കൂടാതെ തന്നെ എമൗണ്ടും ഇല്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡും ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പം നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. നിങ്ങൾ ആരും മടിച്ചിരിക്കേണ്ട. ഏറ്റവും സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണ് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.